എന്നാണ് ഈ സംബന്ധം തിരിച്ച് എല്ലാം പോയി. എൻ്റെ കുട എവിടെ ഇരിക്കണേ? ആ തിരിച്ച് പോണമെന്നുണ്ടോ വീട്ടിൽ? കുഴപ്പമില്ല. ഇതിപ്പോ സംഭവം ചെരുപ്പ് നടക്കണ സൂക്ഷിച്ചോണേ, ചെറിയരുത്. പോട്ട് പോട്ട് പോട്ട്. അർഷേട്ടാ മാറി മാറി. വഴിതാ 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 വഴിതാ. ഫോട്ടോ അല്ല, വീഡിയോ ആണ്. പോട്ടെ. നമ്പറല്ല ഓർമ്മ. ശരി ശരി. അപ്പം വിളിക്കാൻ പറയാം. വാ, എന്ത് കുഴപ്പമെന്ത്? കംപ്ലീറ്റ് ചപ്പ ശരിക്കും നല്ലതായിട്ട് അങ്ങ് പോകണമെന്ന്. അങ്ങ് പോയ അറ്റം പോയാൽ വെള്ളച്ചാട്ടം കാണാൻ. നല്ല സൗണ്ട് അല്ലേ? വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് മാത്രമേ. 10 രൂപയ്ക്ക് ട്രക്കിംഗ് ആയില്ലേ? അതെന്ത് വഴിയാണ്? അത് പാറയാണത്. മുള്ളുള്ള ചെടിയുണ്ട്. ആ, അവിടെ ഉണ്ട്. വാ. പെട്ടെന്ന് വാ. കൊട 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 വേണം. പെട്ടെന്ന് വാ. അവിടെ ആ പാറ കയറി നോക്കാം. ആ പാറയിലൊന്ന് കയറി നോക്കും. അവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ചെറുക്ക, ഒരാൾ കയറി. എല്ലാം കൂടെ പോണ്ട. പോയി നോക്കാം അവിടെ എന്തുണ്ടെന്ന് നോക്ക്. മുള്ളേ മുള്ളേ സൂക്ഷിച്ച്. ഇവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? പതുക്കെ പതുക്കെ പതുക്കെ. ആവേശം വേണ്ട. Wow, beautiful, beautiful, beautiful.
അതാണ് കൊട അടിപൊളിയല്ലേ? നമ്മളവിടെ വന്നില്ല, നഷ്ടമായിരുന്നു. ഇത് തേക്കടിയിൽ തമിഴ്നാടിന് വെള്ളം പോണതല്ലേ? തേക്കടിന്ന് തമിഴ്നാട്ടിലോട്ട് വെള്ളം പോണത് ഈ ചാട്ടത്തിൽ കൂടെ അല്ലേ? മറ്റേ ആ പറഞ്ഞ ഇത് മറ്റേ വെള്ളം ശേഖരിക്കണ ചെയ്യുള്ളതല്ലേ? സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം? ഈ സ്ഥലത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു നഷ്ടം സംഭവിക്കുമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നു. കാരണം ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഈ കാട്ടിന് നടുക്ക് നമ്മൾ കണ്ടെത്തി. താങ്കളിലേക്ക് മടങ്ങി വരാം മിസ്റ്റർ വിജയകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വിജയകുമാർ, ഹലോ, കിട്ടുന്നില്ല, ലൈൻ കേളായെന്ന് തോന്നുന്നു. ഹലോ മിസ്റ്റർ അർഷാദൻ, എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുണ്ട്. ഇത്രയും മനോഹര വെള്ളച്ചാട്ടം നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലെ കാട്ടിനകത്ത് ഉണ്ടെന്നുള്ളത് കണ്ടെത്തുന്നതിന് നമുക്ക് വളരെ വലിയ ആഹ്ലാദീനമായ ഒരു സംഭവമാണ്. മിസ്റ്റർ സൈനിക് എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരം, അതെ, ജനങ്ങളെ അധികം സന്തുഷ്ടവാന്മാരാണ്. കാരണം ഇത്രയും അധികം നിലവാർന്ന ഒരു വെള്ളച്ചാട്ടം കാണാൻ അവർക്ക് വേറെ സാധ്യതകളൊന്നുമില്ല. ഡിഫറെന്റ് ആംഗിൾസിൽ നിന്നും നികേഷ് കുമാർ അതിനെ പുറത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടം നമുക്ക് ക്യാമറയിലൂടെ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ക്യാമറയിലൂടെ എപ്പോഴും കാണണം എന്നില്ല. ആ വഴി വീണ്ടും എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാനായി താങ്കൾക്ക് താല്പര്യമുണ്ടോ? ആ വഴി വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ആ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെള്ളച്ചാട്ടം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ എന്താ പറയാ, വളരെ വാക്കുകൾ തന്നെ വരുന്നില്ല മിസ്റ്റർ അർഷാദ്. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ. വളരെ ബുദ്ധിമുട്ടിയേറി. തമിഴ്നാട് ഡിസ്ട്രിക്ട് ആണോ കാണുന്നത്? എന്താണ് അവിടെ കാണുന്നത്? അവിടെ കാണുന്നത് കമ്പം തേനി വഴിയുള്ള ചെന്നൈയിലോട്ട് പോകും. വളരെ അത്യന്താപേക്ഷികമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ മഞ്ഞുമൂടിയ ഈ സായാഹ്നത്തിൽ വളരെ ദുർലഭ്യമായ ഒരു ആവിഷ്കാരം, ഒരു ദൃശ്യാവിഷ്കാരം തന്നെ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിഷൻ ഈ ഷൂട്ടിലൂടെ. കോൺടാക്ട് വിഷൻ ഈ ദുരിതങ്ങളുമൊക്കെ വളരെ ദയനീയകരമാണ്. വളരെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ശേഷം ഒടുവിൽ ഈ ഒരു മനോഹര ദൃശ്യം പകർത്താനായി കോൺടാക്ട് വിഷനുകൾക്ക് സാധിക്കുകയുണ്ടായി. അതിനെപ്പറ്റി അതാരാണ് ആ മാന്യദേഹം? ഇതാണ് ആ UAE-യുടെ തൊപ്പി ധരിച്ച മാന്യദേഹം. അദ്ദേഹത്തിന്റെ കമന്റ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. തേനിയെ പറ്റി പറയാനാണെങ്കിൽ അതെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മഞ്ഞിറങ്ങിയല്ലേ? അതാ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി വഴികൾ ദുഷ്കരമാകും എന്നുള്ളത് കൊണ്ട് കോൺടാക്ട് വിഷന്റെ ടീമിനെ തിരിച്ചു പോകാൻ സമയമായി എന്നുള്ളത് ഒരു പ്രകൃതിയുടെ മുന്നറിയിപ്പായി എടുത്തുകൊണ്ട് തിരിച്ചു പോകാനായി അഭ്യർത്ഥിക്കുന്നു. അതിനൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ വിഷയമൊന്നുമില്ല. അതെ, ഇവിടെ ചർച്ചകൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്കൊരു ഒഴിവാക്കാനാകാത്ത കമേഴ്ഷ്യൽ ബ്രേക്കിലോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മടങ്ങി വരാം. ശക്തമായ വീണ്ടും ദൃശ്യാവിഷ്കാരത്തിലൂടെ, മഞ്ഞുമൂടിയ ദൃശ്യാവിഷ്കാരത്തിലോട്ട് നമുക്ക് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.